കാർഗിലിൽ നിന്നും ലേയിലേക്കുള്ള യാത്ര നമ്മൾ തുടരാൻ പോവാട്ടോ. അപ്പോൾ അടിപൊളി കാഴ്ചകളാണ് വരാൻ പോണത്. നമുക്ക് മുന്നോട്ട് പോവാം. ദേ നമ്മളെ ബസ്. ഞങ്ങൾക്ക് ഏതോ ഭാഗ്യത്തിന് സോനാമർഗിൽ നിന്ന് കുറച്ച് പോകുന്ന ലോറി കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാക്കാം. ലോറിയിൽ ചെക്ക് ചെയ്തിട്ടൊരു വഴിയിൽ ഇറക്കി വിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ അവർ എടുക്കാൻ ലേറ്റ് ആവും. അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഭാഗ്യത്തിന് വന്ന വണ്ടിയാണ്. അതുകൊണ്ട് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ വഴിയിലെവിടെയും പെട്ടേനെ. അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങി. എല്ലാവരും ഫുഡ് കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ യാത്ര തുടരും. ഇവിടെ ലഡാക്ക് ട്രാൻസ്പോർട്ട് സൊസൈറ്റി കാർഗിൽ ലഡാക്കിലേക്കുള്ള ട്രാൻസ്പോർട്ട് വണ്ടി അടുത്ത് കാർഗിലാണ് നമ്മളുള്ളത്. നമ്മളിതേ വക്ക എത്തി. ഇവിടുത്തെ കുന്നും മലയൊക്കെ ഉണ്ടല്ലോ, കല്ല് എന്നുള്ളത് മാറിയിട്ട് മണ്ണിൻ്റെ കല്ലില്ലേ, അങ്ങനത്തെ ഒരു ടൈപ്പായി മാറിയിട്ടാണ്. ഇത് തൊട്ട കല്ലാണോ എന്താ അറിയില്ല. അതായത് മണ്ണിൻ്റെ കല്ല് പോലത്തെ ഈ കുന്നൊക്കെ നോക്കി അത്യാവശ്യം ഫുള്ള് കണ്ടോ മണ്ണ് പോലെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. അങ്ങോട്ട് മേലോട്ട് കല്ല് തന്നെയാണ് കേട്ടോ, നല്ല സ്ട്രോങ് കല്ല് തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ താഴെയുള്ളതൊക്കെ മൺകൂന പോലുള്ള, പക്ഷെ പാറ തന്നെയാണ് സംഭവം, മൺകൂല പോലെ അങ്ങനെ മാറി. ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് മാറുമ്പോൾ പ്രകൃതിയിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. വക്ക ടൗണ് അത്യാവശ്യം റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ടല്ലോ. അവിടത്തേക്കാണ് റെസ്റ്റോറൻറ്റുകളുണ്ട്. വക്ക ടൗണിൽ നിന്നുള്ള വ്യൂ നോക്കി. വഴിയിലൊക്കെ വെള്ളം പറ്റിയിട്ടുണ്ട്, മൊത്തം പറ്റിയിട്ടുണ്ട്. അവിടെ എന്താ എൻ്റെ സ്കൂളാണത്. വേറെ മുറ്റത്ത് കളിക്കുന്നുണ്ട്. സ്കൂളിൽ ഒരു കുട്ടികൾ പോകണം, അല്ല ബാത്റൂമിൽ പോവാം. എല്ലാം അതിലെ അടിപൊളി വ്യൂ. മൊത്തം മാറി, ഭൂപ്രകൃതി മൊത്തം മാറി, വേറൊരു സ്റ്റൈലായി, ഡ്രൈ ആയി കാകെ. പുഴയൊക്കെ പറ്റി വേറുണ്ട്. അങ്ങോട്ടുള്ള വ്യൂ നോക്കി, വ്യൂ ഒരു രക്ഷയില്ല. മറ്റേ ഇവിടുന്ന് പോന്നിട്ട് കാർഗിലൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം ദൂരം വരെ ഈ വക്ക വരെ ഏകദേശം മറ്റേ സ്റ്റൈലായിരുന്നു. ആ കരിങ്കല്ല് അടിയിൽ പക്ഷെ കുറച്ച് മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാർഗിലിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ഇതുവരെയുള്ള ഏരിയയിൽ കുറച്ച് മരങ്ങളും ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള ഭൂപ്രകൃതിയായിരുന്നു. ഇപ്പോൾ ഇതേ വീണ്ടും മാറിയാണ്ട് ആരാതെ നമ്മൾ ഓവർടേക്ക് ചെയ്യണം. ഇത് പൊള്ളി സാധനം കേട്ടോ, ഇത് രക്ഷയില്ല. അത് വക്ക ഹോഫായി ഉണ്ടോ, മണ്ണെന്നല്ല കണ്ടാൽ. ചരലൊക്കെ ഉണ്ട്, ചരലൊക്കെ. ഇതിൻ്റെ മേലെ എന്തോ ഒരു ഫോർട്ട് എന്തോ ഉണ്ടായിക്കാണ്ടുള്ളൊരു അവശിഷ്ടം പോലെ ഉണ്ടല്ലോ, അത് കണ്ടിട്ട്. അല്ലാതെ അതിൻ്റെ മേലെ മാത്രം കല്ലിങ്ങനെ നിൽക്കുക. ഏതായാലും കേട്ടോ അവിടെ കണ്ടില്ല, ഒന്നുകൂടി എന്തോ ഒരു ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഒരു അവശിഷ്ടം പോലെയൊക്കെ തോന്നണില്ലേ. അവിടെ തൊട്ടായിരുന്നു അടിച്ചിട്ട് ആർമിയൊക്കെ ആയിരിക്കും. ആ വണ്ടി എന്നിട്ട് ആർമിൻ്റെ പോലെ ഉണ്ട്. ഏതായാലും എന്തൊക്കെയാണല്ലേ ഈ ദുനിയാവിൽ കാണാനുള്ളത്. കാഴ്ചകളെ കാണാൻ ഒരുപാടുണ്ട്. എന്നാലും ആ പുഴ വറ്റി വരണ്ടാണ് എനിക്ക് മനസ്സിലാവുന്നത്. റോഡ് മെക്കല കൂടുന്നുണ്ട്. അതിൻ്റെ അതിൽക്കൂടെ ഒരു വഴിയുണ്ട്, ആ മൺകൂനിൻ്റെ സെൻറ്ററിലൂടെ. അവിടെ കണ്ടോ പ്രത്യേക സെൻറ്ററിൽ കൂടെ. ഇതൊക്കെ എന്തെങ്കിലും സംഭവം അതിന് ആൾക്കാർ താമസിക്കണമൊക്കെ ഉണ്ടാവും. എന്തായാലും എല്ലാ നാട്ടിലും ആൾക്കാർ താമസിക്കുന്നുണ്ട്, അതാണ്. പൊളി കാഴ്ച. സംഭവം ഇനിയും ലേയിലേക്ക്
150 കിലോമീറ്റർ ഉണ്ടെങ്കിലും വെൽക്കം ടു ലേ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞ ബോർഡ് ഉണ്ട് കേട്ടോ അവിടെ. അതായത് ലേ ഡിസ്ട്രിക്റ്റിലേക്ക് കടന്നു. ഇനിയും 150 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും ഒരു 4 മണിക്കൂറെങ്കിലും ഇനി യാത്ര ഉണ്ടാവുകയുള്ളൂ. ഇപ്പം തന്നെ 4 മണിയായി, 4:15. ഒരു 7 മണി വരെ 8 മണിക്കൊക്കെ എത്തുമായിരിക്കും ലേയിൽ. അവിടെ ഈ അക്കോമഡേഷനൊന്നും റെഡി ആയിട്ടൊന്നുമില്ല, ഓൺലൈനൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അവിടെ എത്തിയിട്ട് എടുത്തിട്ട് വേണം. അവിടെ ആണെങ്കിൽ ഒടിഞ്ഞ തണുപ്പ് വരും. വരുന്നോട്ട് വെച്ച് ജതിലേ ലേ. അങ്ങനെ നമ്മൾ ലേ ടച്ച് ചെയ്തു. ഈ ലേ ടൗണിലേക്ക് എത്തണം. അപ്പോൾ ലേ അത്യാവശ്യം വലിയ ഡിസ്ട്രിക്റ്റാണ് അല്ലേ. കാരണം ഒരു 150 കിലോമീറ്റർ ഇവിടെ നിന്നുണ്ട്. പിന്നെ അവിടുന്ന് അങ്ങോട്ടും ഉണ്ടല്ലോ. അത്യാവശ്യം വലിയ ഡിസ്ട്രിക്റ്റാണ് ലേ. ഭാരത് പെട്രോളിയത്തിൻ്റെ വെള്ളം ഒലിച്ചു പോകാൻ അവിടെ ഒരു ചെറിയൊരു ചാല് കോൺക്രീറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. മൊത്തം ഡ്രൈയാ, പുഴയൊക്കെ ഡ്രൈ ആയിട്ട്. ടവറുകൾ ഇവിടെയുണ്ട്, ഇവിടെ റേഞ്ചില്ല. ഈ സോനാമർഗ് കഴിഞ്ഞിട്ട് ആ കാർഗിലിൻ്റെ പരിസരത്ത് മാത്രം റേഞ്ച് കിട്ടിയത്. എയർടെലാട്ടോ, ജമ്മു കാശ്മീരിൻ്റെ എയർടെലാണ്, ജമ്മു കാശ്മീരിൻ്റെ എയർടെലാണ് നല്ലതെന്ന് പറഞ്ഞുകൊണ്ടാണ് അതെടുത്തത്. മണ്ണിൻ്റെ മല തന്നെ ഇവിടെയൊക്കെ ഉള്ളത്. ആ ഒരു ഭൂപ്രകൃതിയിൽ നിന്ന് മാറിയിട്ടില്ല, അവിടെ തന്നെ ഉള്ളത്. ആ താഴെ വറ്റി വരേണ്ട വഴിയിൽ ഫുള്ള് വെള്ളം കല്ലുകളാണ്. ഈ കരിങ്കല്ലുള്ളത് വെള്ളക്കല്ലുകളായിരിക്കും അല്ലേ. പക്ഷെ നമ്മളെ മെറ്റലിൻ്റെ പോലെ ഉണ്ട് കണ്ടിട്ട്. ഇങ്ങനെ വളഞ്ഞ് അങ്ങോട്ട് അങ്ങനത്തെ കല്ല് കരിങ്കല്ല് തന്നെയാണത്. ഇവിടെയൊക്കെ തകർത്ത കല്ല്, അത്യാവശ്യം കരിങ്കല്ലുകളും ഉണ്ട് ഇവിടെ. ഈ മല പൊട്ടിച്ചപ്പോൾ അതിനുണ്ടായ കല്ലൊക്കെ അതിൻ്റെ കല്ലൊക്കെ സൂര്യേട്ടനിത് അവിടെ മേലെത്തി. 4 മണിയില്ലേ, ആളസ്തമിക്കാൻ ഇങ്ങനെ പോവാം. 1-2 മണിക്കൂറിന് മൂപ്പര് എല്ലാം ഇങ്ങനെ പോകും. ആ മേലെ ലോറി പോകും. അപ്പോൾ നമ്മളില്ലേ ദ്രാസിലേക്ക് കടന്നിരിക്കുകയാണ്. ദ്രാസിൻ്റെ പ്രത്യേകതയാണ് ദ്രാസിലേക്ക് കടന്നത്. അവർക്ക് ദ്രാസ് എന്ന് പറഞ്ഞുള്ള ബോർഡ് ഉണ്ടാവും. ഈ ദ്രാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള 2ാമത്തെ സ്ഥലമാണ്. ഇപ്പോൾ ഇതേ ജസ്റ്റ് പാറയും ഇപ്പുറത്തൊരു പുഴയും കല്ലും ഉരുളൻകല്ലും കാര്യങ്ങളും റോഡും ഇത്രയൊക്കെ തന്നെ കാണാനുള്ളൂ. ഒന്നും മലൻ്റെ മേലെ പോലും ഒരു ഐസ് പോലും കാണാനില്ല. പക്ഷേ മഞ്ഞ് കാലത്ത് അവിടെ വന്നാൽ നമ്മളെ രക്തം വരെ ഒടിഞ്ഞ സൗണ്ട്. മഞ്ഞ് കാലത്ത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളെ രക്തം വരെ കട്ടാവും. ആ ജാതി തണുപ്പ്. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള 2ാമത്തെ സ്ഥലമാണ് ദ്രാസ്. അപ്പോൾ ആ ദ്രാസിലൂടെ നമ്മൾ യാത്ര ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ പോയിൻ്റ് എത്തിയോ എന്തോ അറിയില്ല. ഏതായാലും വെൽക്കം ടു ദ്രാസ് എന്നുള്ള ബോർഡ് കണ്ടോളാം. ഇതൊരു വൈബ് പൊളി സ്ഥലമാണ്. ഇതാണ് ദ്രാസ് കേട്ടോ. അങ്ങനെ നമ്മളെ ലിസ്റ്റിലുള്ള ഓരോ സ്ഥലങ്ങളും നമ്മൾ ബസ്സിലിരുന്ന് കാണുകയാണ്. ഞാനിപ്പോൾ തണുപ്പ് കാലത്താണ് ഇവിടെ ഇറങ്ങി തണുപ്പ് ആസ്വദിക്കേണ്ടത്. ഇപ്പോൾ ഇനി വേറെ എന്തെങ്കിലും ഇവിടെ കാണുന്നുണ്ടോ അറിയില്ല. ഏതായാലും ഉരുളക്കല്ലുകൾക്കിടയിലൂടെ ഒഴുകുന്ന പുഴ. ഇവിടെ എത്തിയപ്പോൾ പുഴ ഒന്ന് സ്ട്രോങ് ആയോ. അത് നമുക്ക് വണ്ടിയിലിരുന്നിട്ട് പുഴ സ്ട്രോങ് ആണെന്ന് തോന്നാഞ്ഞിട്ടാണ് അവരെ പുഴ ഒന്നുകൂടി സ്ട്രോങ് ആയി ഒഴുകുന്നുണ്ട് ഇവിടെ. ബസ് ചാടി മറിഞ്ഞ് കുലുങ്ങി. ഏതായാലും സ്ട്രോങ് ബസ്സാണ്. ഏതായാലും
അത് ചാട്ടവും മണ്ണ് കൂടിയും ചളി കൂടി കൂടെ പോയിട്ട് ഒരു പ്രശ്നമില്ല. നല്ല വെള്ളമുണ്ട് കേട്ടോ, വിചാരിച്ച പോലെ അല്ല. പാറ നല്ല കരിമ്പാറയാണല്ലോ. ഈ പാറയൊക്കെ ചിലപ്പോൾ ഇങ്ങനെ മേലൊക്കെ ഇങ്ങനെ തണുത്ത് നിന്നിട്ടേക്കാറില്ല ഈ വെള്ള കളറ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വെള്ളം ഒഴുകിയിട്ട് ഇത് താഴെയൊക്കെ നമ്മളെ ഗാന്ധം പോലുള്ള കളറാണ്. അരുവി ഒഴുകുന്നു. ജാതി സാധനവും വീഡിയോയിൽ ജാതി സാധനം എന്നുള്ള എത്ര പ്രാവശ്യമുണ്ടെന്ന് കമൻറ്റ് ചെയ്യും. പറഞ്ഞു പോവുകയാണേ. എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ജാതി ലുക്കാണ് ഇവിടെ. പൊളി വൈബ്. അത് അടുത്ത മിലിറ്ററി ക്യാമ്പ് എത്തി. മിലിറ്ററിൻ്റെ ഇതൊരു മറ്റേ മറ ഉണ്ടാക്കിക്കണ്. കല്ല് അതിനുള്ളിൽ മറ്റേ കമ്പി വയലിൻ്റെ ഉള്ളിൽ കല്ല് നിറച്ചിട്ട് ഇതിനപ്പുറത്ത് മിലിറ്ററി ക്യാമ്പാണ്. ദ്രാസ് 7 കിലോമീറ്റർ, മെയിൻ പോയിന്റിലേക്ക് 7 കിലോമീറ്ററും കൂടി കേട്ടോ. അങ്ങനെ 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 നമ്മൾ ഓരോ സ്ഥലത്തേക്ക് കടന്നുകൊണ്ടിരിക്കുക. ദ്രാസിൻ്റെ ടൗണിലേക്ക് എത്തി. അപ്പോൾ നമ്മളെ ദ്രാസിലൂടെയുള്ള യാത്ര ഇങ്ങനെ പുരോഗമിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ ബസ്സിൽ കണ്ടക്ടറില്ല. അപ്പോൾ നമ്മളിവിടുന്ന് കയറുക, ഇതിലിരിക്കുക, ഇറങ്ങുമ്പോൾ അതുവരെയുള്ള ചാർജ് ഡ്രൈവർക്ക് കൊടുക്കുക. ഡ്രൈവർ തന്നെയാണ് പൈസ കളക്ട് ചെയ്യുന്നത്. വേറെ കണ്ടക്ടറും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടൗൺ കേട്ടോ ദ്രാസ്. ഇപ്പോൾ ഈ ഒരു സോനമാർഗം യാത്ര തുടങ്ങിയിട്ട് ഇത്രയും വാഹനങ്ങളും ആളുകളും ബിൽഡിങ്ങൊന്നുമുള്ള വേറെ ടൗൺ വന്നിട്ടില്ല. അതിൻ്റെ ഇടയിൽ ടൗണേ വന്നിട്ടില്ല. ആ 0 പോയിൻറ്റിൽ കുറച്ച് പെട്ടിക്കടകളുണ്ടായിരുന്നു. പിന്നെ വെൽക്കം ടു കാർഗിൽ എന്ന് പറഞ്ഞിടത്ത് പോലീസ് ചെക്കിങ് കാര്യങ്ങളുള്ളിടത്ത് 1-2 ഷോപ്പുകളുണ്ടായിരുന്നു എന്നല്ലാതെ ഇത്രയും ഷോപ്പുകളും ബിൽഡിങ്ങുകളൊന്നുമുള്ള ഇങ്ങനെ ഒരു ടൗൺ വേറെ വന്നിട്ടില്ല. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത എന്ന് പറയാൻ ഇതേ ഉള്ളൂ. വേറൊരു സ്ഥലം കൂടി വന്നിരുന്നു. അല്ല അത് തന്നെ ബോർഡറിൽ തന്നെയാണ്. ആ ബോർഡറിൽ തന്നെ കുറച്ച് ഷോപ്പുകൾ വന്നത്. ഇതന്നെ ഉള്ളൂ മെയിൻ ടൗണായിട്ട് വന്നത്. ഇവിടെ നമ്മളെ കുന്നുമല തന്നെയാണ് ഇവിടെ. കാണുന്ന ദ്രാസ് ടൗണ് കഴിഞ്ഞു വന്നു. ഏറ്റവും തണുപ്പുള്ള സ്ഥലം ഇപ്പോൾ നല്ല ചൂടായി നിൽക്കുകയാണല്ലോ. ഇതുവരെ തോന്നിയിൽ കുറച്ച് ചൂടുള്ള സ്ഥലമായിട്ട് തോന്നുന്നു. ഏതായാലും ഒരുപാട് ആളുകൾ താമസിക്കുന്ന, ഒരുപാട് ജനങ്ങളുള്ള സ്ഥലമാണ് ദ്രാസ്. മറ്റേ അവരെ എന്താണ് ടിബറ്റൻ ഫ്ലാഗുകൾ, ടിബറ്റനല്ലേ നമ്മളെ ലേലും ഒക്കെ നല്ല അടിപൊളി ടിബറ്റൻ ഫുഡുകൾ കിട്ടും. ടിബറ്റൻ ഫുഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൈനീസ് ഫുഡിനായിട്ട് ചെറിയ സാമ്യമുള്ള ഫുഡുകളാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഡൽഹിയിൽ നിന്നൊക്കെ അങ്ങനത്തെ ഫുഡുകളാണ് കിട്ടിയത്, ടിബറ്റൻ ഫുഡ് എന്ന് പറഞ്ഞിട്ട്. നമ്മളെ അടുത്ത സ്റ്റോപ്പ് ഇനി ഇവിടുന്ന് ഏകദേശം 100 കിലോമീറ്ററും കൂടെ ലേയിലേക്ക്. സമയം 5:40. നല്ല അടിപൊളി റോഡും വ്യൂ ഒക്കെയാണ്. എവിടെയും ഏത് കുഗ്രാമത്തിലും ഒരുപാട് ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ടൂറിസ്റ്റുകൾ വന്നിട്ടേ. അപ്പം നമ്മൾ ഈ ബസ്സിന് സോനാമർഗിൽ നിന്ന് ലേ വരെ 900 രൂപ, ശ്രീനഗറിൽ നിന്ന് സോനാമർഗ് വരെ 300 രൂപ, അപ്പോൾ 1200. പക്ഷേ ശ്രീനഗറിൽ നിന്ന് ലേ വരെ കയറുന്നവർക്ക് 1250 എന്ന് പറഞ്ഞ് അവരെ കണക്കുകൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ്. ഏതായാലും ബസ് കിട്ടിയോണ്ട് ലേ വരെ അടിപൊളി. അപ്പോൾ നമ്മളെ കാർഗിലിൻ്റെയും മറ്റു വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്തത് ലേയിൽ വെച്ച് കാണാം. അപ്പോൾ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.